ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററത്തെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സെഷനിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഏകദേശം 1, 2, 3, 4, 5, 5 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ മനോഹരമായി തന്നെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം പാറ്റേൺ മാറുന്നതിനനുസരിച്ച് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യത്തെ ചാപ്റ്ററാണ് മൂവിങ് ചാർജ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. എ സ്ട്രെയിറ്റ് വയർ ഓഫ് മാസ് 200 gram and length 1.5 meter carries a current of 2 ampere. It is suspended in mid-air by a uniform horizontal magnetic field. ഓക്കെ, ഇതാണ് അതിന്റെ ഫിഗർ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്? നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ല ഒരു വയർ ഉണ്ട്, അതാണ് വൻ. ഈ ഒരു വയർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മിഡ് എയറിൽ ഇതിരിക്കുകയാണ് അല്ലേ? മിഡ് എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബോഡി അത് സസ്പെൻഡ് ചെയ്ത് അഥവാ സ്റ്റേഷനറി ആയിട്ട് കിടക്കണമെങ്കിൽ അതിന്റെ താഴെയുള്ള ഫോഴ്സും മുകളിലുള്ള ഫോഴ്സും എന്താവണം? ഈക്വൽ ആവണം. ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന ആളും ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന ആളും എന്താവണം? ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് താഴെ mg ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? താഴെ mg തന്നിട്ടുണ്ട്. മുകളിലേക്കുള്ള ഫോഴ്സ് ആരായിരിക്കും? നമ്മുടെ ഫോഴ്സിന്റെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ILB sin θ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ? ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ILB sin θ ആയിരിക്കും. പിന്നെ അത് mg യോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ F ഈസ് ഈക്വൽ ടു mg. ഇവിടെ തീറ്റയുടെ കാര്യം തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ തീറ്റയെ 1 തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ ILB sin θ ഇല്ല, ILB is equal to mg എന്ന് കിട്ടും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ചോദിച്ചത്, B അല്ലേ ചോദിച്ചത്. അപ്പോൾ B എത്ര കിട്ടും? B is equal to mg by IL എന്ന് കിട്ടും. സോറി, mg by IL എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഈക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ന്യൂമറിക്കൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ B is equal to m എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 200 ഞാൻ 0.2 എന്ന് എഴുതി, ഗ്രാമിനെ കിലോഗ്രാം ആക്കാം. ഓക്കെ, ഇൻറ്റു G പറഞ്ഞ 9.8 ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ 2, L എന്ന് പറഞ്ഞാൽ 1.5. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം B is equal to നമുക്ക് 0.65 ടെസ്ല എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഉള്ളത്. അതായത് ഫോഴ്സ് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ILB is equal to mg എന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി തന്നെ എന്ത് കിട്ടും? ഈ ഒരു നമുക്ക് ഇക്വേഷനിൽ B നമുക്ക് സുഖമായി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത്, a 3 centimeter wire carrying a current 10 ampere placed inside a solenoid perpendicular to x axis. Magnetic field inside the solenoid is given to be 0.27 tesla. What is the magnetic force on the wire? തന്ന കാര്യം എഴുതാം. L 3 സെന്റിമീറ്റർ ആണ്, അതിനെ ഞാൻ 3 × 10⁻² മീറ്റർ ആക്കി എഴുതി. I 10 ആംപിയർ ആണ് കറണ്ട്. പ്ലേസ് ഇൻസൈഡ് എ സോളിനോയിഡ്. ഒരു കറന്റ് ക്യാരിങ് വയർ അത് ഒരു സോളിനോയിഡിൽ വെച്ചിരിക്കുകയാണ് ഉള്ളിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മാഗ്നറ്റിക് ഫോഴ്സ് അത്രയെന്നാ ചോദിച്ചിരിക്കണം. സുഖമായി കണ്ടുപിടിക്കാൻ. B തന്നിട്ടുണ്ട് 0.27 ടെസ്ല. F is equal to ILB എന്നറിയാം. ആംഗിൾ തന്നിട്ടില്ലാത്ത ആംഗിൾ വേണ്ട. ILB എത്ര? I പറഞ്ഞ 10 ആംപിയർ ഇൻറ്റു 3 × 10⁻² ഇൻറ്റു B പറഞ്ഞ 0.27. അപ്പോൾ ഏകദേശം നമുക്ക് ഫോഴ്സ് 0.081 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 0.081 ന്യൂട്ടൺ. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് 2 മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്.
ഒന്നിനെ ഞാൻ M1 എന്ന് വിളിച്ചു, രണ്ടിനെ M2 എന്ന് വിളിച്ചു, രണ്ടാമത്തെ ആൾ. ഓക്കെ, നമുക്ക് 2 മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റേഴ്സ് M1 ആൻഡ് M2 ഹാവ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. ആദ്യത്തെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 10, നമ്പർ ഓഫ് ടേൺസ് 30, ഏരിയ 3.6 × 10⁻³ നമ്മുടെ B1 അതായത് മാഗ്നറ്റിക് ഫീൽഡ് 0.25 ടെസ്ല. ഓക്കെ, കറന്റ് സെൻസിറ്റിവിറ്റി ആണ്, അതായത് ഈ രണ്ടെണ്ണത്തിന്റെ കറന്റ് സെൻസിറ്റിവിറ്റിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാലോ. യെസ്, ആദ്യത്തെ π/I, അതിനാണല്ലോ കറന്റ് സെൻസിറ്റിവിറ്റി വിളിക്കുക. അത് 1, ആദ്യത്തെ ആളുടെ എടുക്കുക. നമുക്കറിയാം NAB/K ആണ് അല്ലെ. അപ്പോൾ ആദ്യത്തെ ആളുടെ N1 A1 B1/K. കെയുടെ ഇവിടെ ഒരു പെക്യുലാരിറ്റി തന്നിട്ടുണ്ട്, അതായത് രണ്ടിനും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്താണ്, ഐഡന്റിക്കൽ ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെയിനെ നമുക്ക് K1 = എന്താക്കി എടുക്കാം, യെസ് K2 ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ K1 = K2 എന്ന് എടുക്കാം. സോ N1 A1 B1/K. അപ്പോൾ N1 എത്ര ഇവിടെ 30 ഇൻറ്റു A1 എത്ര 3.6 ഇൻറ്റു 10⁻³ ഇൻറ്റു B1 എത്ര 0.25/K. ഇത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് 5/I, രണ്ടാമത്തെ ആളുടെ 5/I of 2. അത് പറഞ്ഞാൽ N1 A1 B1 N2 A2 B2/K എന്നാണ്. രണ്ടിനും K സിമിലർ ആണ്. അപ്പൊ N2 എത്ര 42, A2 എത്ര 1.8 ഇൻറ്റു 10⁻³ ഇൻറ്റു B2 എത്ര 0.50 /K. 0.50 ആണ് കേട്ടോ, 50 /K. നമുക്ക് ഇവൻ ഡിവൈഡഡ് ബൈ ഇവൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരാളെ ഇവനുമായിട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, സുഖമായി കിട്ടില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഈ വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവനെ എഴുതാം, അതായത് 42 ഇൻറ്റു 1.8 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.50/K ബൈ 30 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.25 = നമുക്ക് കറന്റ് സെൻസിറ്റിവിറ്റി കിട്ടും രണ്ടിൻ്റെയും. അപ്പോൾ കെയും ക്യാൻസൽ ആയി. ഓക്കെ, ഇവിടെ ഒരു K ഉണ്ട്, അതും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണ വാല്യൂ ആണ്, നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂ ആണ് 1.38. അത് ഏകദേശം എത്ര എടുക്കുക, 1.4 ആക്കിയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ കറന്റ് സെൻസിറ്റിവിറ്റിയുടെ കിട്ടി, അതായത് I എന്ന് എടുക്കാം, I2/I1. കറന്റ് സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 1.4 എന്ന് കിട്ടി. ഓക്കെ, റെഡി. ഇനി അടുത്ത് നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി നോക്കാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു R അങ്ങോട്ട് കൊടുക്കുക, ഇവിടെ R2, ഇവിടെ R1. ഓക്കെ, NAB/KR ആണല്ലോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. NAB/K നമുക്കറിയാം, ആറും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇവിടെ R2 എന്ന് കിട്ടും, ഇവിടെ R1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കെയും ക്യാൻസൽ ആയി. ഇവിടെ ഉള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ ഈ കിട്ടിയ ആളുണ്ടല്ലോ, അതായത് 42 ഇൻറ്റു 1.8 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.50 ബൈ 30 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.25 അതേ ഇൻറ്റു R1/R2 എന്ന് വരും, റെസിപ്രോക്കലാവുമ്പോൾ. അപ്പോൾ നമുക്ക് R1ന്റെ വാല്യൂ എത്ര? R1ന്റെ വാല്യൂ നമുക്ക് 10 ആണ്, R2ന്റെ വാല്യൂ 14 ആണ്. നമുക്ക് ഏകദേശം 1 ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ 1 ആയിട്ട് കിട്ടും. റെഡി. ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കൂടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. N 100 ടേൺസ്. ഓക്കെ, സർക്കുലർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് 100 ടേൺസ്, ഈച്ച് ഓഫ് ദ റേഡിയസ് തന്നിട്ടുണ്ട്
റേഡിയസ് 8 സെന്റിമീറ്റർ, അത് 8 into 10⁻⁻² മീറ്റർ. Carrying current of 0.40 ampere. What is the magnitude of magnetic field B at the center of the coil? B തന്നിട്ടുണ്ട്. ഓക്കെ, 100 ടേൺസ് തന്നിട്ടുണ്ട്. കറണ്ട് സെന്റർ ഓഫ് ദ കോയിൽ. അപ്പൊ നമുക്കറിയാം B is equal to μ0 Ni by 2 r cube. ഇതല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ റെഡിയാണ്. ഓക്കെ, μ0യുടെ വാല്യൂ നമുക്ക് എത്ര? B is equal to μ0 by μ0 into μ0 Ni by 2 r cube. സെൻറ്റർ ആയതുകൊണ്ട് ബയോചാർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തത് അല്ലേ? യെസ്, സെൻറ്റർ ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ μ0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10⁻⁻7 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 100 ആണ്, ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 0.40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്, ഇൻറ്റു r ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 into 10⁻²ന്റെ ഹോൾ ക്യൂബാണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും? ടെസ്ലയിൽ കിട്ടും. ഓക്കെ, റൈറ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? ടെസ്ലയിൽ കിട്ടുന്ന ആൻസർ ആ ടെസ്ലയിലായിരിക്കും. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ magnitude of magnetic force per unit length on the wire carrying current of 8 ampere and making an angle of 30 degree with the direction of the uniform magnetic field? ഇവിടെ തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് പെർ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആരൊക്കെയാണ്? I തന്നിട്ടുണ്ട് 8 ആംപിയർ, ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ, അത് 30 തന്നിട്ടുണ്ട്, ഡയറക്ഷൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B തന്നിട്ടുണ്ട്, അത് 0.15 ടെസ്ല തന്നിട്ടുണ്ട്. ഓക്കെ, F/L ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് F is equal to ILB sin θ എന്ന് അറിയാം. അപ്പോൾ L നമ്മൾ പുറത്തേക്കുമ്പോൾ IB sin θ എന്ന് വരും അല്ലേ? അപ്പോൾ I എന്ന് പറഞ്ഞാൽ 8, B എന്ന് പറഞ്ഞാൽ 0.15, sin 30 ആംഗിൾ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം അല്ലെ? ഇത് നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ ന്യൂട്ടൺ പെർ മീറ്ററിൽ കിട്ടും. റെഡി? ഇത്രയും വേണം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? യെസ്, നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ ഹാർഡ് ആയിട്ടുള്ള, അതായത് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ ബോർഡ് എക്സാം വരാൻ ചാൻസ് ഉള്ളതായതുകൊണ്ട് തന്നെ നോക്കാം അല്ലേ? അപ്പോൾ പുതിയ വീഡിയോ, പുതിയ ടോപ്പിക്കുമായി, പുതിയ ചാപ്റ്ററുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.